ഹായ് കൂട്ടുകാരെ, ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ വന്നിരിക്കുന്നത് തികച്ചും വ്യത്യസ്തമായ ഒരു കാര്യത്തെക്കുറിച്ച് സംസാരിക്കുന്നതിനും അതിൻ്റെ വീഡിയോ നിങ്ങൾക്ക് മുമ്പിൽ പ്രദർശിപ്പിക്കുന്നതിനും വേണ്ടിയാണ്. കട്ടിപ്പാറ കാരുണ്യ തീരം ക്യാമ്പസിലെ വൊക്കേഷണൽ ട്രെയിനിങ് സെൻ്ററും പ്രതീക്ഷാ ഭവൻ റീഹാബിലിറ്റേഷൻ സെൻ്ററും ഹെൽത്ത് കെയർ ഫൗണ്ടേഷനും സംയുക്തമായി സംഘടിപ്പിച്ച 8 ഭിന്നശേഷി കലാകാരന്മാർ വരച്ച 80 ചിത്രങ്ങളുടെ പ്രദർശനം കോഴിക്കോട് ആർട്ട് ഗാലറി ലളിതകലാ അക്കാദമിയിൽ 29, 30, 31 തീയതികളിലായി നടന്നു. ഈ 3 ദിവസങ്ങളിൽ 2 ദിവസങ്ങളിൽ എനിക്ക് പോകാൻ പറ്റിയില്ല. എന്നാലും 31-ാം തീയതി സംഘാടകനായ അലി മാഷിൻ്റെ ക്ഷണമനുസരിച്ച് 31-ന് വൈകിട്ട് ഞാനും കാണാൻ പോയി. സാധാരണ എന്തോ ഒരു ചിത്ര പ്രദർശനം കാണുന്ന രീതിയിലാണ് എൻ്റെ മനസ്സിലേക്ക് ആദ്യം ഒരു ചിന്ത വന്നത്. പക്ഷേ അവിടെ ചെന്ന ഞാൻ തികച്ചും അത്ഭുതപ്പെട്ടു പോയി. ഈ മൂകരായ വിദ്യാർത്ഥികൾ അന്തർമൂകരമായ വിദ്യാർത്ഥികൾ വരച്ച ചിത്രം തന്നെയോ എന്ന് ഞാൻ ശങ്കിച്ചു പോയി. കാരണം അത്രയ്ക്ക് അവർ പെർഫെക്റ്റായ ചിത്രങ്ങളായിരുന്നു. ലൈവായി അവർ വരയ്ക്കുന്നതും ഞാൻ കണ്ടു. അവർക്ക് ഒരൊറ്റ ശ്രദ്ധയേ ഉള്ളൂ. ആ ഒരു മൈൻഡിൽ വെച്ചിട്ടാണ് അവർ ഇങ്ങനെ വരച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്ക് കണ്ണും കാതും കഴിവുകളും എല്ലാം ഉണ്ടായിട്ടും നമ്മൾ അതിനെ വിസ്മരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം നമ്മിലെല്ലാം എന്തൊക്കെ കഴിവുകളുണ്ട്, എന്നാലും നമുക്ക് പോരായ്മകളായിട്ടാണ് അത് തോന്നുന്നത്. അതിനെ അലസരായി നമ്മൾ തള്ളി ടി വിയിലും മറ്റും ഫോണുകളൊക്കെ കണ്ട് നമ്മൾ നമ്മുടെ കഴിവിനെ അവഗണിക്കാറാണ് പതിവ്. പക്ഷേ ഇവരുടെ കഴിവ് കണ്ട് ഞാൻ തന്നെ ഞെട്ടിപ്പോയി. രാമു, രാജ്കുമാർ, ഫാറു, ഹസീന, മഞ്ജുഷ, നഷ്വ, ഫാത്തിമ, ജിൻസിയ, അമീർ, അലി എന്നിവരാണ് ആ 8 മക്കൾ. അവസാന ദിവസം ഹുസൈൻ മടവൂർ, KPU അലി, മേറോ സദാശിവൻ, ഖദീജ മുംതാസ്, കമാൽ വരദൂർ, പത്രപ്രവർത്തകർ തുടങ്ങിയവർ ചടങ്ങ് സംബന്ധിച്ച് സംസാരിച്ചിരുന്നു. മേറോ സദാശിവൻ സമാപന ചടങ്ങ് ഉദ്ഘാടനം നടത്തുകയും ചെയ്തു. അധ്യക്ഷസ്ഥാനം അലങ്കരിച്ചത് KPU അലിയായിരുന്നു. കമാൽ വരദൂർ ചന്ദ്രികയുടെ പത്രപ്രവർത്തകർ മുഖ്യ പത്രാധിപരായിരുന്നു ആശംസകൾ അർപ്പിച്ചിരുന്നത്. ചുരുക്കി പറഞ്ഞാൽ ഈ ചടങ്ങിൽ ഞാൻ സംബന്ധിക്കുകയും അവിടെ ഇരുന്ന് അവരുടെ ചിത്രങ്ങളിലേക്ക് ഞാൻ വെറുതെ കണ്ണോടിച്ച് നോക്കുകയും ചെയ്തപ്പോൾ ചില ചിത്രങ്ങൾ നമ്മോട് എന്തൊക്കെയോ സംസാരിക്കുന്നതായി എനിക്ക് തോന്നി. അത്രയ്ക്ക് എന്തോ ഒരു അടുപ്പം, എന്തൊക്കെയോ എനിക്ക് പറയാൻ കഴിയുന്നില്ല. നിങ്ങൾ കണ്ടറിയേണ്ടതായിരുന്നു. അത്രയ്ക്ക് മനോഹരമായ ചിത്രങ്ങൾ ജീവിതത്തിൽ നമ്മൾ കണ്ടിട്ടില്ല എന്ന് പറയും. ആ ചിത്രങ്ങൾക്കൊക്കെ പ്രത്യേക തിളക്കവും ഉണ്ടായിരുന്നു.